ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം. നമ്മുടെ ഡയബറ്റീസ് ഇന്ന് ഒരു സാമൂഹിക പ്രശ്നമായി വളർന്നു വന്നിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏകദേശം 1/3 ആൾക്കാർ ഡയബറ്റീസ് പിടിപെട്ട് കഴിഞ്ഞു. അപ്പോൾ ഡയബറ്റീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ആദ്യം വില കുറഞ്ഞ മരുന്നുകളാണ് നമ്മൾ കഴിച്ചു തുടങ്ങുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൺട്രോൾ ചെയ്ത് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ 10-15 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ നിലയ്ക്ക് നിർത്തിയാൽ പോലും 80% ആൾക്കാർക്കും ക്രോണിക് കിഡ്നി ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നു. അതായത് വൃക്കരോഗം ഉണ്ടാകും. ഇങ്ങനെ വൃക്കരോഗം ഉണ്ടായിട്ട് പിന്നീട് അത് പുരോഗമിച്ച് അത് ഡയാലിസിസിലേക്കും കിഡ്നി ഫെയിലിയറിലേക്കും പോകുന്നു. ഇതിനെക്കുറിച്ച് പ്രഗത്ഭരായ പല ഡോക്ടേഴ്സും നെഫ്രോളജിസ്റ്റുകളും യൂട്യൂബുകളിലും മറ്റുമൊക്കെ പറയാറുണ്ട്. നമുക്ക് വളരെ പ്രഗത്ഭനായിട്ടൊരു നെഫ്രോളജിസ്റ്റ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. Every week when I speak to around 30-40 kidney patients, there is one thing which is very, very common in majority of them. In fact, if you know, in your circle, if you know anyone who have kidney problem or have high creatinine and is suffering with chronic kidney disease, if you look at their history, last 15-20 years, they must be having either blood pressure or diabetes or both. Please understand this. Whenever I am talking to a kidney patient who has high creatinine and suffering from chronic kidney disease, 95% of them have a history of either blood pressure or diabetes or both, right? So were they not having medicines? They were having medicines of diabetes and blood pressure since last 10, 15, 20 years. But what they never did was treat the root cause of the disease. Body andar se acha hona chahiye. That is very, very important. That is very, very important. So when I see people who have kidney problem or high creatinine, since last 10, 15, 20 years, they were taking medicines of blood pressure and diabetes, but they were not changing the lifestyle, not changing their food habits, their lifestyle and food habits, and not treating the root cause of the disease. So please understand, if any one of you have blood pressure or diabetes, please do not live with that disease. Just do not keep taking pills and say that it is controlled. All those people who have kidney issues, who have chronic kidney disease, they had years of blood pressure and diabetes, and they thought it is okay to take medicine and continue. Because if you do that, सालों के बाद your kidneys will start getting affected and your creatinine will start going up. So why not reverse blood pressure, reverse diabetes, so that you don't enter the stage of chronic kidney disease? അപ്പോൾ നമ്മൾ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. അതായത് നമ്മൾ ഡയബറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമ്മൾ മരുന്ന് കഴിച്ചു തുടങ്ങിയാലും 10-15 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വൃക്കകൾ തകരാറിലാവുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 80% പേർ ഡയബറ്റീസ് രോഗികൾക്കും വൃക്കരോഗം വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയബറ്റീസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് ഈ വൃക്കരോഗം വരുന്നത്. അപ്പോൾ വൃക്കയിലെ രക്തക്കൊഴലുകൾ കേടാവുകയും ആ വൃക്കയിലൂടെ നമ്മളുടെ ആ അരിപ്പകൾ ശരിയായി ഫങ്ഷൻ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രോട്ടീൻസ് എല്ലാം അതിൽ കൂടെ ഒലിച്ചു പോവുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ നമുക്കത് നമ്മുടെ ശരീരത്തിലെ മറ്റ് ആന്തരിക അവയവങ്ങളെയെല്ലാം ക്രമേണ ബാധിക്കും. നമ്മൾ പിന്നീട് അത് ഡയാലിസിസിലേക്കും അതേപോലെ കിഡ്നി ട്രാൻസ്പ്ലാന്റിലേക്കുമൊക്കെ അത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ചിലവേറിയ ചികിത്സാ രീതികളും അതുപോലെ എല്ലാവരെയും കൊണ്ടും താങ്ങാൻ പറ്റുന്നതുമല്ല, വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് രീതികളാണതെല്ലാം. അപ്പോൾ പക്ഷേ ഇതിനെല്ലാം നമുക്കൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഡയബറ്റീസ് 1 വർഷം കൊണ്ട് തന്നെ മാറ്റാൻ കഴിയും, ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പോൾ അതിന് നമുക്ക് റിവേഴ്സൽ പ്രോഗ്രാമിലൂടെ നമുക്ക് ഈ ഡയബറ്റീസ് മാറ്റാൻ കഴിയും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.